ഇന്ന് ഒരു ദിവസം കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ സാധിച്ചു. അതിന് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ചില ആത്മാർത്ഥതയുള്ള സഹോദരന്മാര് ചിന്തിക്കുന്ന ഒരു ചിന്ത എൻ്റെ മുൻപിലും പ്രകടമായിട്ടുണ്ട്. അത് നമ്മളുടെ മധ്യത്തിൽ സമാധാനപരമായിട്ടൊക്കെ കാര്യങ്ങൾ അങ്ങ് നടക്കുകയാണല്ലോ. അതിൻ്റെ മധ്യത്തിൽ വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അസമാധാനം ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന ഒരു ചോദ്യം അവരുടെ ആത്മാർത്ഥതയിലുള്ള ഒരു നല്ല ചോദ്യമാണ്. അവരെ ആ സമീപനത്തെ വേദശാസ്ത്രികൾ വിളിക്കുന്നത് പ്രാഗ്മാറ്റിസം എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിന് മധ്യത്തിൽ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കി, ശല്യമുണ്ടാക്കി ആ സമാധാനമില്ലായ്മ ചെയ്യുന്നത് ശരിയാണോ എന്നതാണ് അവരുടെ ചോദ്യം. അത് ഒരു ന്യായമായ ചോദ്യമാകട്ടോ. അത് ഞാൻ ആ ചോദ്യത്തെ പരിഗണിക്കേണ്ട ചോദ്യം തന്നെയാണ്. നമ്മളുടെ ആദ്യകാല കാലങ്ങൾ മുതൽ നമുക്ക് ഉണ്ടായ ഒരു നല്ല കാര്യം, നമ്മളുടെ ഒരു നല്ല ബോധ്യം എന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബൈബിൾ അനുസരിച്ചായിരിക്കണം എന്ന കാര്യമാണ്. അത് വളരെ സ്വീകാര്യമായ, വളരെ ശ്ലാഘനീയമായ ഒരു സമീപനമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബൈബിള് പറയുന്നത് പോലെ ആയിരിക്കണം. അപ്പോൾ ബൈബിളിലെ സത്യങ്ങൾ അനുസരിച്ചാണ് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ഒരു ബാധ്യതയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നന്നായി നടക്കുന്നു എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ കാര്യങ്ങൾ നന്നായി നടക്കുന്നത് ബൈബിളിലെ ആശയങ്ങൾ അനുസരിച്ച് തന്നെയാണ് എന്നാണ്. അല്ലെങ്കിൽ നന്നായി കാര്യങ്ങൾ നടക്കുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് എന്താ വ്യത്യാസം? ഒരുപാട് നന്നായിട്ട് നല്ല ഓയിൽഡ് മെഷീൻ പോലെ വളരെ ഫലപ്രദമായി അവരുടെ രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കെതിരായിട്ടാണ് നമ്മുടെ നിലപാട്. അതിൻ്റെ കാര്യം ചോദിച്ചാൽ അവരുടെ ആ സംവിധാനം ബൈബിൾ അനുസരിച്ചല്ല എന്നതാണ് നമ്മളുടെ അവർക്കെതിരെയുള്ള പരാതി. അപ്പോൾ ആ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പോലെ, മറ്റുള്ളവരെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാത്തത് എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ക്രമീകരണങ്ങളിൽ അച്ചടക്കമുണ്ട്, അത് നന്നായി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്നതൊരു നല്ല കാര്യമായിരിക്കുമ്പോൾ തന്നെ അത് ആത്യന്തികമായി പ്രാധാന്യമുള്ള കാര്യമല്ല. നമ്മളുടെ കാര്യങ്ങൾ ദൈവവചനപ്രകാരം നന്നായി നടക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വേറെ ഒരു ചോദ്യം, അപ്പൊ അതിനോട് ചേർത്ത് ഒരു കാര്യമാണ് ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ യേശു ക്രിസ്തുവിനെ പോലെയാണ് എന്നൊന്നും അവകാശപ്പെടുകയല്ല, എങ്കിൽ കർത്താവിനെ ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്ന പോലെ, ജീസസ് വാസ് എ കോൺട്രവേഴ്സലിസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം യഹൂദന്മാരുടെ രീതികളും പരിപാടികളും ഒക്കെ അങ്ങനെ ക്രമമായി നടക്കുന്ന അവസരത്തിൽ കർത്താവ് അതിന് ബുദ്ധിമുട്ട് വരുത്തി. കർത്താവ് പറഞ്ഞു, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നതല്ല, ഞാൻ വാളത്ര വരുത്താൻ വന്നത്. അപ്പം അതിന് ഒരു ഡിമെൻഷൻ ഉണ്ട് കേട്ടോ, അല്ലാതെ എല്ലായ്പ്പോഴും വാളിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ യഹൂദന്മാർക്ക് വന്ന അതേ പരാജയം നമുക്കും വരും. അപ്പം യഹൂദന്മാർക്ക് വന്ന പരാജയം എന്താണ്? അവർക്ക് വന്ന പരാജയം ദൈവവചനത്തിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ദൈവവചനത്തെ ഉപേക്ഷിക്കുകയൊന്നും ചെയ്തില്ല, ദൈവവചനത്തിന്റെ സ്ഥാനത്ത് അതിന് പാരലായിട്ട്, അതിന് സമാന്തരമായിട്ട് പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു വരുന്ന രീതി ഇതാണ്. അത് നന്നായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിന് സമാന്തരമായ രീതിയിൽ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു കാര്യം വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തദ്ദേശീയ സഭകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത് എന്ന് പറയുന്ന ഒരു പരിപാടി വരും. അതിനാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. എല്ലാ പാരമ്പര്യങ്ങളും ദോഷമുള്ള പാരമ്പര്യങ്ങളല്ല കേട്ടോ. എന്നാൽ ബൈബിളിന്റെ കേന്ദ്രീയ സ്ഥാനം മാറ്റിയിട്ട്
ഞങ്ങളുടെ സമ്പ്രദായം ഇതാണ്, ഞങ്ങളുടെ രീതി ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ദോഷമൊന്നും വന്നില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ക്രമീകരണം വരും. അത് അപകടകരമായ ക്രമീകരണമാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ, നമ്മൾ പറയുന്ന ഉപദേശം ബൈബിളിലെ ഉപദേശം തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. മറ്റ് ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ചോദ്യം സഹോദരന്മാർ ഉന്നയിക്കുന്നത്, ഇങ്ങനെ ഒരു വേദിയിലാണോ ഈ കാര്യങ്ങൾ പറയേണ്ടത്? സഹോദരന്മാരോട് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ട് എങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുവാൻ പ്രാപ്തിയുള്ള, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരായ സഹോദരന്മാരുടെ മധ്യത്തിലല്ലേ ഈ കാര്യം പറയേണ്ടത്? അല്ലാതെ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സൂം മീറ്റിങ്ങിലാണോ ഇത് പറയേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. അതും ന്യായമായ ചോദ്യമാണ്. അപ്പോൾ അതിന് എനിക്ക് ഉള്ള മറുപടി, നമ്മുടെ സഹോദരന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു വേദി ഒരുക്കിയില്ല, അവരതിന് മനസ്സ് വെച്ചില്ല. അപ്പൊ അതുകൊണ്ട് അവരോട് ഈ കാര്യം പറയാനായിട്ട് വേറൊരു വേദിയില്ല. അതുകൊണ്ടാണ് ഈ വേദി അതിനായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, സത്യം എവിടെ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. അപ്പം വേദി ഇച്ചിരി തെറ്റിപ്പോയി എന്ന് വിചാരിച്ച് നാം പറയുന്ന കാര്യം സത്യമാണ് എങ്കിൽ, സത്യമാണ് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് പറയാനായിട്ട് ഏത് വേദിയിലും നമുക്ക് അനുവാദമുണ്ട്, അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. നമ്മളുടെ സഹകരണവും കൂട്ടായ്മയും ഒക്കെ വിച്ഛേദിച്ച് നമുക്ക് തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല. ഇത് സഭയുടെ ഭരണ ക്രമീകരണത്തെക്കുറിച്ചുള്ള ഒരു ആശയമാണ്. അപ്പൊ അത് ഉപദേശപരമായ രീതിയിൽ നമ്മുടെ രക്ഷയെക്കുറിച്ചോ സഭയെക്കുറിച്ചുള്ള പൊതുവായ ആശയത്തെക്കുറിച്ചോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ടൊന്നും ഇത് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ടതായ കാര്യമില്ല. ഇത് ഒരു ഫാമിലി പ്രോബ്ലം എന്ന് കണക്കാക്കിയാൽ മതി. എന്നാൽ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാം. നമ്മളുടെ ചില സഹോദരന്മാര് നമ്മളുടെ പ്രാദേശിക സഭകൾ അല്ലെങ്കിൽ തദ്ദേശിക സഭകളുടെ പ്രത്യേകത എന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണ്, മറ്റു സഭകളിൽ നിന്ന് നാം എങ്ങനെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അത് വാട്ട് ഈസ് അവർ ഡിസ്റ്റിങ്റ്റീവ്, നമ്മുടെ വ്യതിരിക്തത എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായി അല്ലെങ്കിൽ നമ്മളുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് എഫേസ്യർ 4:11 അടിസ്ഥാനപ്പെടുത്തിയ ഒരു സഭാഭരണ ക്രമീകരണം നമുക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത്. ആ ക്രമീകരണം ദൈവത്തിന്റെ വചനപ്രകാരമാണോ എന്ന് പരിശോധിക്കണ്ടേ? അത് ഇത്രയും നമ്മുടെ വ്യതിരിക്തത എന്ന് പറയുന്നത് അതാണ്, എഫേസ്യർ 4:11 ആണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ അല്ലെ വ്യതിരിക്തത വ്യക്തമാക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു ഉപദേശമായിട്ടാണ് നമ്മുടെ സഹോദരന്മാര് ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും പ്രാധാന്യം അവർ കൊടുത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല, എന്നാൽ സഹോദരന്മാർ അത്രയും പ്രാധാന്യം അതിന് നൽകിയത് കൊണ്ട് ആ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ബൈബിൾ അനുസരിച്ച് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക, എന്നെ കേൾക്കുന്ന എല്ലാവരും പരിശോധിക്കുക. എന്നെ കേൾക്കാനായിട്ട് മുതിർന്ന സഹോദരന്മാർക്ക് ഇത് യൂട്യൂബിലൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനുള്ള അവസരമുണ്ട്. അവരതിന് മറുപടി പറയട്ടെ, നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ അങ്ങ് ധൈര്യപ്പെട്ടത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ മീറ്റിംഗ് ഈ നിലയിൽ ക്രമപ്പെടുത്തിയത് എൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ല. അപ്പം നമുക്ക് ഇങ്ങനെ മീറ്റിംഗ് നടത്തിക്കളയാം, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് ഞാൻ അങ്ങനെ മുൻകൈ എടുത്ത ഒരു മീറ്റിംഗ് അല്ലത്. ചില സഹോദരന്മാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒരു ക്ലാസ് എടുക്കാനായിട്ട് കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ സമ്മതിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെയുള്ള മറ്റ് സഹോദരന്മാർക്കെതിരെ ഒരു ക്ലാസ് ഞാൻ സംഘടിപ്പിച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കാനായിട്ട് ഞാൻ മുൻകൈ എടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ ആത്മവരങ്ങളെ കുറിച്ചൊരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചാൽ എടുക്കാം എന്ന തീരുമാനമാണ് എനിക്കുള്ളത്. നിങ്ങൾ
അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നാൽ ഏത് സഭക്കാർ എന്നെ വിളിച്ചാലും എനിക്ക് എൻ്റെ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അല്ലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളോട് മാത്രമുള്ള മമതയിൽ നിന്ന് ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്നെ വിളിക്കൂ. ഏത് വേദിയിൽ വിളിച്ചാലും ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് ദൈവത്തിൽ ആശ്രയിക്കാൻ ഞാൻ മനസ്സ് വയ്ക്കുകയാണ്. അപ്പൊ അതാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു മുഖവുരയായിട്ട് ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ നിരീക്ഷണങ്ങള് എൻ്റെ നിരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സർവജ്ഞാനമൊന്നുമുള്ള ആളൊന്നുമല്ല. എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായ രീതിയിൽ പരിശോധിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് പൂർണ്ണമായ നിലയിൽ ഞാൻ അന്വേഷിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞ കാര്യങ്ങളല്ല. എൻ്റെ പൊതുവായൊരു നിരീക്ഷണമാണ്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ അതിൻ്റെ പോക്ക് ഈ നിലയിലാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ പരാധീനതകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഞാൻ അതിൻ്റെ മുഖവുരയിൽ തന്നെ സമ്മതിക്കുകയാണ്. ശരി, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ കേന്ദ്രീയ വേദഭാഗമായിരിക്കുന്ന എഫേസ്യർ 4:11 തന്നെ വരാം. ദാറ്റ് ഈസ് ദി പറയുമല്ലോ സെന്റർ ഓഫ് ദ സ്റ്റോം സെന്റർ ഓഫ് ദി ഡിസ്പ്യൂട്ട് ഈസ് എഫീഷ്യൻസ് 4:11. എഫേസ്യർ 4:11 ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ കേന്ദ്രീയമായ വേദഭാഗം അതാണ്. ഞാൻ ആ വാക്യം നിങ്ങൾ മുൻപ് വായിക്കാം. ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ വാക്യത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ചില സഹോദരങ്ങളെങ്കിലും അത് കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് ആവർത്തിക്കും. കാരണം ഈ വാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. എഫേസ്യർ 4-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാണ്. അത് സുവിശേഷത്തിനനുസൃതമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലെ ആദ്യത്തെ സുവിശേഷത്തിനനുസൃതമായ ജീവിതത്തിന്റെ പ്രത്യേകത ദൈവമക്കളുടെ മധ്യത്തിലുള്ള ഐക്യതയാണ്. അവിടെ ഐക്യതയ്ക്കുള്ള വാക്യം വിയോജിപ്പിനുള്ള ഒരു കാര്യമായി തീരാന് പാടില്ല. ഐക്യത വരണമെങ്കിൽ സത്യസന്ധമായ രീതിയിൽ ഈ കാര്യങ്ങളെ പരിശോധിച്ച് അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയെങ്കിലല്ലേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഐക്യതയ്ക്ക് കാരണമായ ഈ വേദഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ശരി, എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന് 11-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു, അവൻ എന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഊന്നലാണ്. ഈ വരങ്ങള് നൽകിയിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് സകല അധികാരവും പ്രാപിച്ച കർത്താവാണ് ഈ വരങ്ങൾ നൽകുന്നത്. അപ്പൊ അത് കർത്താവ് തന്നെ സഭയെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയോട് ചേർന്ന് പോകുന്നതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവായ യേശുക്രിസ്തുവാണ് സഭയുടെ പണിക്കാരൻ. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഈ വരങ്ങൾ നൽകുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് കർത്താവാണ് ഇത് നൽകുന്നത് എന്നതിനൊരു പ്രത്യേക ഊന്നൽ ഈ വാക്യത്തിലുണ്ട്. അതിന്റെ ആ ഗ്രീക്ക് കൺസ്ട്രക്ഷൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് കർത്താവാണ് തരുന്നത് എന്നതിനൊരു ഊന്നൽ ആ പ്രയോഗത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാക്യം പരിഭാഷപ്പെടുത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമാണ് എന്ന് നിങ്ങൾ ആ വാക്യം മൂലഭാഷയിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യമേ ഈ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ വാക്യത്തിൽ പറയുന്നത് ദാനങ്ങളെ കുറിച്ചാണ്, അല്ലാതെ നിയമനത്തെക്കുറിച്ചല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന തന്നെയാണ്. അത് ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഈ വാക്യത്തെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശരിയല്ല. പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ചിലരെ അപ്പസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയായ പരിഭാഷയല്ല. കാരണം ഇംഗ്ലീഷ് പരിഭാഷകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു പരിഭാഷയിലും അപ്പോയിന്റ് എന്നുള്ളതായിരിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ദാനം നൽകിയിരിക്കുന്നു, ഗിവൺ, ദീസ് ഗിഫ്റ്റ്സ് ആർ ഗിവൺ
ഗെയ്വ് എന്ന് പറയുന്നതായിരിക്കുന്നത്. അത് ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഗെയ്വ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണുള്ളത്. അപ്പൊ അതാണ് അതിന്റെ ശരിയായ പരിഭാഷ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ഡിഡോമി എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ എയറിസ്റ്റ് ടെൻസ് എഡോക്കൻ എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് നൽകുക എന്നതാണ് അതിന്റെ പ്രാഥമികമായ അർത്ഥം. അതാണ് നിയമിക്കുക എന്ന ഒരു അർത്ഥം അതിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങള് നിയമനത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പൊ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും ഒരു നിയമനം നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഈ വാക്യം അതിന് ഉള്ള ഒരു വാക്യമല്ല. അപ്പൊ അതാണ് എനിക്ക് നമ്മുടെ സഹോദരന്മാരോടുള്ള ആദ്യത്തെ പരാതി. അതാണ് ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അപ്പോസ്തലന്മാരെ നിയമിക്കാം. അങ്ങനെ സഭയായിട്ട് അപ്പോസ്തലന്മാരെ നിയമിക്കുന്നതിനുള്ള ഒരു പ്രധാന അടിസ്ഥാനമായ ഒരു പറയുന്നത് എഫേസ്യർ 4:11 എന്നാൽ 4:11 നിയമനത്തെക്കുറിച്ച് പറയുന്ന വാക്യമല്ല. അത് ദൈവം നൽകിയ ദാനങ്ങളെ കുറിച്ച് പറയുന്ന വാക്യമാണ്. അപ്പൊ അതിനോട് ചേർത്ത് ഇത് ദാനങ്ങളാണ്, അല്ലാതെ നിയമനമല്ല എന്നതിനോട് ചേർത്ത് ചില വിശദീകരണം കൂടെ ഞാൻ പറയാം. അതിലെ ഒന്നാമത്തെ കാര്യം, ദാനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, ദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന് ഉള്ള യോഗ്യത, അതിന് ഇന്ന യോഗ്യതയുള്ള ഒരാൾക്കാണ് ദാനങ്ങൾ കൊടുക്കുന്നത് എന്ന് ദാനങ്ങളെ കുറിച്ച് പറയുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞാണല്ലോ, ദാനങ്ങൾ എന്ന് പറയുന്നത് കൃപാദാനങ്ങളാണ്. അത് ലഭിക്കുന്ന ആളിന്റെ യോഗ്യത നോക്കി കൊടുക്കുന്നതല്ല. അത് ദൈവം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയോടുകൂടെ ചേർന്ന് ഒരു വ്യക്തി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ അംഗമായി തീരുമ്പോൾ ദൈവം ആ സഭയിൽ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന കഴിവുകളാണ് ഈ ദാനങ്ങൾ എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന്റെ യാതൊരു യോഗ്യതയും നോക്കുന്നില്ല. പക്വതയോ പാകതയോ സ്വഭാവശ്രേഷ്ഠതയോ അദ്ദേഹത്തിന്റെ മറ്റ് പ്രത്യേകതകളോ ഒന്നും നോക്കാതെ സൗജന്യമായിട്ട് രക്ഷ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ കിട്ടുന്ന സൗജന്യമായ ദാനമാണ് ഈ ആത്മവരങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നിയമനം അങ്ങനെയല്ല കേട്ടോ. ബൈബിളിലെ നിയമനങ്ങളെ കുറിച്ച് പറയുമ്പോൾ 3 പ്രധാന നിയമനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ആദ്യത്തെ നിയമനം അപ്പസ്തലന്മാരെ നിയമിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. അത് ഒരു പ്രാദേശിക സഭയിലുള്ള ഒരു നിയമനമല്ല. തദ്ദേശിക സഭയിൽ അല്ല അപ്പോസ്തലന്മാരെ നിയമിക്കുന്നത്. അത് ആഗോള സഭ എന്ന് പറയാം, യൂണിവേഴ്സൽ ചർച്ച്. അപ്പൊ അതിൻ്റെ ഒരു ഓഫീസായിട്ട്, അതിലെ ഏക ഓഫീസ് എന്ന് പറയാം, ആ നിലയിലാണ് അപ്പസ്തലന്മാരെ നിയമിച്ചത്. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ ഒരു രാത്രി മുഴുവനും താൻ പ്രാർത്ഥിച്ച് അതിനുശേഷം 12 അപ്പസ്തലന്മാരെ 12 ശിഷ്യന്മാരെ അപ്പസ്തലന്മാരായിട്ട് നിയമിച്ചു. അത് അതീവ പ്രാധാന്യമുള്ള ഒരു നിയമനമാണ്. അപ്പൊ ഞാനതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞോളാം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ നിയമനം നമ്മൾ കാണുന്നത് അപ്പസ്തലന്മാരുടെ നിയമനമാണ്. അതിനുശേഷമുള്ള നിയമനമായിട്ട് ബൈബിളിൽ നമ്മൾ പറയുന്നത് മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്ന കാര്യമാണ്. സഭതോറും. അപ്പൊ മൂപ്പന്മാര് എന്നത് തദ്ദേശിക സഭകളിലുള്ള ക്രമീകരണമാണ്. അല്ലെങ്കിൽ തദ്ദേശീയ സഭകൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം വേർതിരിച്ചിരിക്കുന്ന ആളുകളാണ് മൂപ്പന്മാർ. അവരെ നിയമിക്കണം. പിന്നീട് തദ്ദേശിക സഭകളിലെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അതിനുള്ള ആളുകളായിട്ട് ശുശ്രൂഷകന്മാരെ നിയമിക്കും. അങ്ങനെ 3 നിയമനങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതിൽ തദ്ദേശിക സഭയോട് ബന്ധപ്പെട്ട് 2 നിയമനങ്ങളാണ്. മൂപ്പന്മാരെ നിയമിക്കുന്നു, അതുപോലെ തന്നെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നു. അതെങ്ങനെയാണ് നിയമിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കാര്യം പിന്നീട് ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. എന്നാൽ നിയമനം ഈ 2 തദ്ദേശിക സഭകളിലെ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ നിയമനത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ, അതായത് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന് 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ, പിന്നീട് നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനം അതിന്റെ ആദ്യ അധ്യായം, ഈ ഭാഗങ്ങൾ, പിന്നെ പത്രോസ് എഴുതിയ ലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ മൂപ്പന്മാരായിട്ട് നിയമിക്കേണ്ട ആൾക്കാരുടെ യോഗ്യത പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതയുള്ള ആൾക്കാരെയാണ് മൂപ്പന്മാരായിട്ട് നിയമിക്കേണ്ടത്, അല്ലാതെ യോഗ്യത ഇല്ലാത്തവരെ നിയമിക്കാൻ പാടില്ല. അപ്പൊ അതിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും നിയമനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിയമിക്കപ്പെടുന്ന ആ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിലേക്ക് നിയമിക്കപ്പെടുന്ന ആളുകൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് യോഗ്യതയുള്ള ആളുകളായിരിക്കണം. അല്ലാതെ ആ
പദവിയിലേക്ക് നമുക്ക് അവരെ നിയമിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദാനങ്ങൾ അങ്ങനെയല്ല. അപ്പൊ ഈ വാക്യത്തിൽ പറയുന്ന ദാനങ്ങൾ ഏതെങ്കിലും യോഗ്യതയുള്ള ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ള നിലയിലല്ല പറയുന്നത്. അപ്പം ആ ദാനങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ വേറെ ഭാഗത്ത് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞോളാം. എന്നാൽ ദാനങ്ങളുടെ പൊതുവായ സ്വഭാവം അത് പ്രത്യേക യോഗ്യതകൾ നോക്കി കൊടുക്കുന്ന കാര്യമല്ല. അത് ദൈവത്തിന്റെ ദാനമായി സൗജന്യമായി നൽകുന്ന കാര്യങ്ങൾ. അപ്പൊ അതാണ് ദാനങ്ങളും നിയമനവും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദാനങ്ങൾ സൗജന്യമായ ദാനങ്ങളാണ്, യോഗ്യത നോക്കിയുള്ള ഒരു ക്രമീകരണമല്ല. എന്നാൽ നിയമനങ്ങൾ എന്ന് പറയുന്നത് യോഗ്യത നോക്കിയാണ്. അപ്പൊ ഇതിന്റെ ഈ വാക്യത്തിലെ എന്തെങ്കിലും യോഗ്യതയെക്കുറിച്ചോ ഇങ്ങനെ യോഗ്യതയുള്ള ആളിനെ നിയമിക്കുന്നതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് 4-ാമത്തെ അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു നിയമനം അത് ഈ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അത് ആ വാക്യത്തിന്റെ വിഷയമല്ല. ഈ വാക്യത്തിലുള്ള ആൾക്കാരെ നിയമിക്കാനായിട്ട് വേറെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്കതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ എഫേസ്യർ 4:11 അടിസ്ഥാനപ്പെടുത്തി അപ്പസ്തലന്മാര് അല്ലെങ്കിൽ മിഷണറിമാരെ നിയമിക്കുക എന്ന പരിപാടി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അതിന് നിങ്ങൾ എന്ത് പരിശ്രമിച്ചാലും ഈ വാക്യം അതിന് പിൻബലം തരികയില്ല. ഇത് ദാനങ്ങളെ കുറിച്ച് പറയുന്ന കാര്യമാണ്, അല്ലാതെ നിയമനത്തെ കുറിച്ച് പറയുന്ന കാര്യമല്ല. ദാനങ്ങളെ കുറിച്ച് പറയാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം ഈ ദാനങ്ങൾ എന്ന് പറയുന്ന ദാനം ലഭിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിരിക്കുന്ന പദവിയോ സ്ഥാനമോ ഒന്നും ബൈബിളിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ആ ദാനങ്ങളെ ഉപയോഗിക്കുന്നു, അത് ദൈവസഭയ്ക്ക് പ്രയോജനകരമായി തീരുന്നു എന്നുള്ളത് അതിന്റെ ഉദ്ദേശ്യമാണ്. എന്നാൽ ആ വരം കിട്ടി എന്നതിന്റെ പേരിൽ ഒരു സ്ഥാനം ഈ വരങ്ങളോടനുബന്ധിച്ചില്ല. ശുശ്രൂഷാവരം കിട്ടിയ ഒരാൾ, ശുശ്രൂഷാവരമുള്ള ഒരാൾ ആ ശുശ്രൂഷാവരം ഉപയോഗിക്കുന്നു. അതിനോടനുബന്ധിച്ചൊരു പദവിയോ അതിനോടനുബന്ധിച്ച് ഒരു നിയമനമോ ഇല്ല. അത് ആ വരം ദൈവസഭയ്ക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം വരങ്ങളെല്ലാം നിയമനങ്ങളാണ് എങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സഭയിൽ ഒരു 10-20 നിയമനങ്ങളെങ്കിലും നടത്തണം. അത്രയ്ക്ക് വരങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അത് നിയമനത്തിനുള്ള ഒരു ക്രമീകരണമായിട്ടല്ല പറയുന്നത്, അത് ശുശ്രൂഷയ്ക്കുള്ള കാര്യമാണ്. അപ്പൊ അതിനോട് ചേർത്ത് ഞാൻ പറയാം, ബൈബിളിലെ ദൈവ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ശുശ്രൂഷയാകട്ടോ. അതിനെ ക്രമീകരിക്കാനായിട്ട് അധികാരം വേണം, അതിനെ ക്രമീകരിക്കാനുള്ള നേതൃത്വം വേണം എന്നുള്ളത് ശരിയാണ്. എങ്കിലും ശ്രദ്ധ ശുശ്രൂഷയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ വലിയവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നയാള് എല്ലാവർക്കും ശുശ്രൂഷക്കാരനാകണം. അപ്പൊ ശുശ്രൂഷയാണ് ദൈവസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ടത് എങ്ങനെ ദൈവ മക്കളെയും ദൈവസഭയെയും എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയും എന്ന അന്വേഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാകട്ടോ. നമ്മൾ അധികാരം അന്വേഷിക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ തെറ്റായ ലക്ഷ്യത്തോടു കൂടെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നന്നായി ശുശ്രൂഷിക്കുന്നു എന്നുള്ളതിന്റെ ഫലമായി നമ്മളെ മൂപ്പനായിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷകനായിട്ടോ ഒക്കെ നിയമിക്കാനായിട്ട് ആളുകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെ. എന്നാൽ എനിക്ക് അധികാരം കിട്ടണമെന്നുള്ള അന്വേഷണമല്ല, എനിക്ക് എങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് കഴിയും എന്നുള്ള അന്വേഷണമാണ് ദൈവമക്കളുടെ അന്വേഷണമായിട്ട് ബൈബിളിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വരങ്ങള് നമുക്ക് ഒരു പ്രത്യേക നിയമനം തരുന്ന കാര്യമല്ല, അത് ശുശ്രൂഷയ്ക്കുള്ള അവസരം ഒരുക്കുക എന്നതാണ് വരങ്ങളുടെ ശ്രദ്ധ. അല്ലാതെ നിയമനം അതിനോട് ബന്ധപ്പെടുത്തി ബൈബിളിൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തെ അധികരിച്ച് എന്തെങ്കിലും നിയമനം നടത്താം എന്ന് പറഞ്ഞാൽ അത് ഈ വാക്യത്തിലുള്ള ഉള്ളടക്കവും അതിന്റെ സന്ദർഭവും അതുമായിട്ടൊന്നും ബന്ധപ്പെട്ടു പോകുന്ന കാര്യമല്ല. എഫേസ്യർ 4-ാമത്തെ അധ്യായത്തിന് 11-ാം വാക്യം സഭയിൽ എങ്ങനെയാണ് ആളുകളെ നിയമിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വാക്യമല്ല. ആളുകള് ദൈവകൃപ ലഭിച്ചതായിരിക്കുന്ന ആളുകൾ എങ്ങനെ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യണം, അവരെങ്ങനെയാണ് ദൈവസഭയെ പണിയേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തെ നിയമനത്തിന്റെ അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. വരങ്ങളും നിയമനവും തമ്മിലുള്ള വേറെ ഒരു വ്യത്യാസം ഞാൻ പറയാം. വരങ്ങളും തമ്മിലുള്ള വേറെ ഒരു വ്യത്യാസം, വരങ്ങള് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ആരംഭിക്കുകയും ഒരു പ്രത്യേക സമയത്ത് അവസാനിക്കുകയും ചെയ്യുന്ന ക്രമീകരണമല്ല. വരങ്ങളെ കുറിച്ച് അവയവം എന്നുള്ള നിലയിൽ പറയുന്ന പ്രസ്താവന ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്.
അവയവം എന്ന് പറയാൻ ജനിച്ചപ്പോൾ കിട്ടിയതാണ്. അത് മരിക്കുന്നവരെ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വരങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത്. അല്ലാതെ വരങ്ങള് ഒരു മാർച്ച് മാസം 14-ാം തീയതി വരം കിട്ടി, അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 14-ാം തീയതി അല്ലെങ്കിൽ മാർച്ച് മാസം 14-ാം തീയതി അത് അവസാനിച്ചു. അങ്ങനെ ഒരു പരിപാടിയില്ല, അങ്ങനെ ഒരു ക്രമീകരണമില്ല. എന്നാൽ നിയമനമുണ്ട്. നിയമനത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിയമനം ലഭിക്കുന്നതിന് മുന്നമേ ആ സ്ഥാനം ഉണ്ടായിരുന്നില്ല. നിയമനം ലഭിച്ച ആള് ആ സ്ഥാനത്തിന് ചേരുന്ന രീതിയിൽ അല്ലാതെ പ്രവർത്തിച്ച് ആ സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ സ്ഥാനം അപ്പൊ അങ്ങനെയാണ് നിയമനം ഇരിക്കുന്നത്. ഒരു മൂപ്പനായിട്ട് ഒരാളെ നിയമിച്ചാൽ നിയമിക്കുന്നതിന് മുൻപേ അദ്ദേഹം മൂപ്പനല്ല. അദ്ദേഹം മൂപ്പന് ചേരുന്നതല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു അദ്ദേഹത്തിന് ആ മൂപ്പന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി, അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂപ്പനല്ല. അപ്പൊ അങ്ങനെ ഈ നിയമനം എന്ന് പറയുന്ന ഒരു സമയത്ത് ആരംഭിക്കുന്നതും പിന്നെ നന്നായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ മരിക്കുന്നവരെ ആരോഗ്യമൊക്കെ കുറയുമ്പോഴേ മൂപ്പന്മാരൊക്കെ ഒന്ന് മാറുന്നത് നല്ലതാണ് കേട്ടോ. ചില ആളുകൾ ചത്താലും വിടുകയല്ല. അപ്പൊ അത് നിങ്ങളുടെ ആരോഗ്യവും ബുദ്ധിയും നിങ്ങളുടെ പരിശ്രമത്തിനുള്ള കഴിവും ഒക്കെ നിങ്ങൾ പരിശോധിച്ച് അതിനുള്ള ആരോഗ്യവും സാഹചര്യവും ഇല്ലെങ്കിൽ ആ സ്ഥാനം ഒഴിയുന്നതാണ് ഉചിതം എന്ന് പ്രായോഗികമായി ഞാൻ പറയുകയാണ്. ബൈബിളിലെ നിർദ്ദേശം അനുസരിച്ചല്ല, എങ്കിലും ഒരു പ്രായോഗിക നിർദ്ദേശമായിട്ട് ബൈബിളിലെ ആശയത്തിന് ചേരുന്ന നിലയിലാണ് ആ നിർദ്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് നിയമനത്തിന്റെ പ്രത്യേകതയാണ്. അത് വരങ്ങൾ ആ നിലയിൽ അങ്ങനെ ഒരിക്കൽ ലഭിക്കുകയും പിന്നീട് പോവുകയും ചെയ്യുന്ന ഒരു ക്രമീകരണമല്ല വരങ്ങൾക്കുള്ളത്. എന്നാൽ നിയമനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വരങ്ങളാണ്. അതുകൊണ്ട് നിയമനമല്ല. വേറെ കാര്യവും വരങ്ങളും നിയമനവും തമ്മിലുള്ള വ്യത്യാസം പറയാം. വരങ്ങളെ സംബന്ധിച്ച് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ആത്മീക വരങ്ങൾ, സഭയുടെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും ആത്മീയ വരങ്ങളുണ്ട്. നമ്മുടെ സഹോദരിമാർക്ക് ആത്മീയ വരങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ അത്രത്തോളം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. അത് വേറൊരു കാര്യം. എന്നാൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഈ പറഞ്ഞ ആത്മീയ വരങ്ങളൊക്കെ അവർക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിലാണ് അതിന്റെ ക്രമീകരണം. എന്നാൽ നിയമനത്തിന് അത് സാധിക്കുകയില്ല. മൂപ്പനായിട്ട് ഒരു സ്ത്രീയെ നിയമിക്കാനായിട്ട് സാധിക്കുക, ശുശ്രൂഷകൻ എന്ന നിലയിലും സാധിക്കുകയില്ല. പിന്നെ ശുശ്രൂഷക എന്നൊരു സ്ഥാനമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിയമനം എന്ന് പറയുന്നത് പ്രത്യേക യോഗ്യതകളും അതിന്റെ ക്രമീകരണങ്ങളുമുള്ള കാര്യമാണ്. എന്നാൽ വരങ്ങൾ അങ്ങനെയല്ല. വരങ്ങൾക്ക് അത് വിശ്വാസികളാണ് എന്നുള്ള ഏക കാരണത്താൽ ദൈവം നൽകുന്ന പ്രത്യേകതയാണ്. അതിന് ആ നിലയിൽ ഉള്ള നിയമനം അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നും അതിനില്ല. അപ്പൊ അതുകൊണ്ട് ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് നിയമനമല്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് 4 ആൾക്കാരെ നിയമിക്കാം എന്ന ഒരാശയം ഈ വാക്യത്തിലില്ല. 5 or 6 നിങ്ങൾ നിയമിച്ചോളൂ, പക്ഷെ ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി പറ്റില്ല എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇത് വരങ്ങളാണ്, അല്ലാതെ എങ്ങനെ സഭയിൽ നേതൃത്വം കൊടുക്കാനായിട്ട് ആളുകളെ നിയമിക്കണം എന്ന് പറയുന്ന ഒരു വാക്യമല്ല. അതിന്റെ സന്ദർഭത്തിൽ എങ്ങും അങ്ങനെ ഒരു ക്രമീകരണമില്ല. നിയമനത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ യഥാർത്ഥത്തിൽ 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം, തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം, പിന്നെ അപ്പസ്തല പ്രവൃത്തികളിൽ അപ്പസ്തലന്മാര് അവരെ മൂപ്പന്മാരെ നിയമിച്ച കാര്യം. അപ്പൊ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് സഭയിലെ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകളെ നിയമിക്കുന്നതിനെ കുറിച്ചുള്ള ആശയം രൂപീകരിക്കേണ്ടത് അവിടെ നിന്നാണ്, നിയമനത്തെക്കുറിച്ച്. എന്നാൽ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ വാക്യം നമുക്ക് വളരെ സഹായകരമായ നിർദ്ദേശം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാക്യത്തെ അധികരിച്ച് ശുശ്രൂഷകളെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇത് നിയമനമല്ല, ഇത് ദാനങ്ങളാണ് എന്ന് പറയുന്ന ആശയത്തോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഉള്ള കൃപ ഈ നിയമനം ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ട കൃപകളാകട്ടോ. അപ്പൊ അത് ഞാൻ സ്വീകരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന കാര്യമാണ്. നിയമനത്തിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള വേദഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞതായ വരങ്ങൾ അവർക്ക് ആവശ്യമാണ് എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിലേതൊക്കെ വരങ്ങളാണ് നമുക്ക് സാധ്യമായ വരങ്ങൾ, ഏതൊക്കെയാണ് നമുക്ക് ഇന്ന് ലഭ്യമല്ലാത്ത വരങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്റ്റിങ്ഷൻ ഞാൻ പറയാം. കാരണം ചില വരങ്ങൾ
അടിസ്ഥാനപരങ്ങളായിരുന്നു, അത്ഭുതപരങ്ങളായിരുന്നു, അത് നിലനിൽക്കുന്നില്ല. അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് ഈ പിന്നെ ഒരു മിഷണറി ആയിട്ട് സുവിശേഷവൽക്കരണത്തിനായിട്ട് പോകുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ട് സുവിശേഷകന്റെ വരം ഉണ്ടായിരിക്കണം. അദ്ദേഹം ഒരു നല്ല ഉപദേഷ്ടാവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം ഒരു ഇടയനാണ് എങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. അപ്പൊ ആ നിലയിലുള്ളതായ വരങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ആളുകൾക്ക് വേണം എന്ന കാര്യം ശരിയാണ്. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്ന പ്രത്യേക വരങ്ങള് നിയമനത്തിന് ഉള്ള എങ്ങനെയാണ് നിയമിക്കേണ്ടത് എന്നതിന് വേണ്ടി പറയുന്ന വാക്യങ്ങളല്ല, എങ്ങനെയാണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതായ വാക്യങ്ങളാണ്. അപ്പൊ ഇനിയും തുടർന്ന് രണ്ടാമത് ഒരു നിരീക്ഷണമായിട്ട് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവിടെ 5 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 5 വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അപ്പസ്തലന്മാരാണ്, രണ്ടാമത്തേത് പ്രവാചകന്മാരാണ്, മൂന്നാമത്തേത് സുവിശേഷകന്മാരാണ്, നാലാമത്തത് ഇടയന്മാരാണ്, അഞ്ചാമത്തത് ഉപദേഷ്ടാക്കന്മാരാണ്. അപ്പൊ അതില് 5 വരങ്ങൾ 4 വരങ്ങൾ എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട വ്യത്യാസം അല്ല. എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. കാരണം നമ്മളുടെ ഈ നിയമനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് 4 ഇഷ്ടം. 5 എന്നത് അവർക്ക് ഇഷ്ടമില്ല. 4 എന്നുള്ളതിനേക്കാളും അവർക്ക് ഇഷ്ടം യഥാർത്ഥത്തിൽ 3 ആണ്. പ്രവാചകന്മാരൊരു കല്ലുകടിയാണ്. പ്രവാചകന്മാരെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതൊരു ഒരു ഒരു കീറാമുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പസ്തലന്മാരും പ്രവാചകന്മാരും പിന്നെ ഇടയന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് പറയുന്ന അതിനെ ചതുർദാനം എന്ന് പറയാനാണ് ആളുകൾക്ക് ഇഷ്ടം. അത് കാരണം ഈ 4 പേരെ നമുക്ക് നിയമിക്കാനായിട്ട് പറ്റും എന്ന ഒരു ധാരണയിലാണ് അവരത് പറയുന്നത്. അപ്പൊ പ്രവാചകന്മാരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മധ്യത്തിൽ വലിയ കൺഫ്യൂഷൻ ആയിരുന്നു. ചില നിയമനങ്ങളൊക്കെ രസകരമായി പോയി എന്ന് അത് വീക്ഷിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകനെ നിയമിച്ചതൊക്കെ ഒരു ചില വിചിത്രമായ ഒരു കാര്യമായി പോയി. ഏതായാലും ശരി, ഞാൻ പറയുന്നത് 4 അല്ല 5 ഉണ്ട്. 5 തന്നെ ഉണ്ട്. അപ്പൊ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. അപ്പൊ ആ നിലയിൽ തന്നെ അതിനെ കണക്കാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ ഉപദേഷ്ടാക്കന്മാർക്ക് ഇടയന്മാരുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ 4 എന്ന് പറയാനുള്ള കാരണം കൂടെ ഞാൻ ഒന്ന് പറയാം. എന്നിട്ട് 4 അല്ല 5 എന്ന് ഞാൻ പറയാനുള്ള കാരണവും പറയാം. അപ്പൊ ഇവിടെ ഈ വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 കാര്യങ്ങളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതില് ആദ്യം പറഞ്ഞ 3 പേർക്ക് അതിൻ്റെ മുൻപില് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അതിൻ്റെ മുൻപില് ഒരു സ്ഥിരാംഗം എന്നാണോ പറയുന്നത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഏതായാലും ശരി, അങ്ങനെ ഒരു ക്രമീകരണമുണ്ട്. ദി അപ്പോസിൽസ്, അതാണ് ടൂസ് മെൻ ടൂസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വാക്ക് അവിടെയുണ്ട്. അപ്പൊ അത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പൊ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അപ്പസ്തലന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്, സുവിശേഷകന്മാർക്കുണ്ട്. എന്നാൽ ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും കുറിച്ച് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളേ ഉള്ളൂ. എന്നാൽ 2 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ 2 വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് 3 കുറിച്ചാണ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ ഗ്രീക്ക് ഗ്രാമർ അനുസരിച്ച് ഗ്രീൻവിൽ ഷാർപ്പ് റൂൾ എന്നാണ് പറയുന്നത്. ഗ്രീൻവിൽ ഷാർപ്പ് റൂൾ, അതായത് 2 നാമങ്ങളെ കായ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ കണക്റ്റീവ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ അങ്ങനെ 2 നാമങ്ങൾക്ക് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളേ ഉള്ളൂ എങ്കിൽ അത് 2 ഒരാളിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരു റൂളുണ്ട്. അതിനെയാണ് ഗ്രീൻവിൽ ഷാർപ്പ് റൂൾ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഡാനിയൽ വാലസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗ്രീക്ക് ഗ്രാമേറിയൻ പറയുന്നത് പോലെ ഈ ഗ്രീൻവിൽ ഷാർപ്പ് റൂള് ഏകവചനത്തിലെ ബാധകമായിട്ടുള്ളൂ, ബഹുവചനത്തിലില്ല എന്ന് അദ്ദേഹം അനേക ഉദാഹരണങ്ങൾ കാണിച്ച് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ബഹുവചനമാകുമ്പോൾ ഗ്രീൻവിൽ ഷാർപ്പ് റൂള് ബാധകമല്ല. ഏകവചനത്തിൽ ആകുമ്പോൾ അത് ബാധകമാണ് എന്ന് പുതിയ നിയമത്തിലെ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ പരിശോധിച്ച് അതിനെ വിശദീകരിച്ച് ഡാൻ വാലസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ 2 നാമങ്ങളും ബഹുവചനമാണ്. അപ്പൊ അതുകൊണ്ട് കായ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് 2
ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് ഇന്ന് ഗ്രമേറിയൻസ് ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആരും ഇത് ഒന്നായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ആരും ഒന്നും, അതായത് ടീച്ചേഴ്സ് ഹു ആർ ദി ഷെപ്പേർഡ്സ്, അപ്പോൾ ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ എന്നാണ് ഗ്രീൻവിൽ ഷാർപ്പ് റൂൾ. ഏകവചനത്തിലാണ് എങ്കിൽ അങ്ങനെ പറയണം, ഇടയനായ ഉപദേഷ്ടാവ് എന്ന് വന്നേനെ. എന്നാൽ ഇടയന്മാർ എന്ന് പറഞ്ഞപ്പോൾ അത് ആ കൺസ്ട്രക്ഷനിൽ അങ്ങനെ വരുന്നില്ല എന്നാണ് ഗ്രമേറിയൻസ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇത് 5 കാര്യങ്ങൾ തന്നെയാണ്, 5 വരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിയമനം ഈ വാക്യം അനുവദിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നിയമിക്കാൻ, എന്നാലും ഞങ്ങൾ നിയമിക്കും എന്ന് നിങ്ങൾ പറയുകയാണ് എങ്കിൽ 5 നിയമനം തന്നെ വേണം. അപ്പോഴ് അപ്പോസ്തലനായിട്ട് നിയമിക്കണം, ഉപദേഷ്ടാവായിട്ട് നിയമിക്കണം, പ്രവാചകനായിട്ട് നിയമിക്കണം, സുവിശേഷകനായിട്ട് നിയമിക്കണം, ഇടയനായിട്ട് നിയമിക്കണം, ഉപദേഷ്ടാവായിട്ട് നിയമിക്കണം. 5 കാര്യവും ആ വിഷയത്തിൽ ബാധകമായ കാര്യമാണ്. എന്നാൽ അതിനെക്കുറിച്ചല്ല, നിയമനത്തെക്കുറിച്ചല്ല ഈ വാക്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വാക്യം അനുസരിച്ച് നിയമനം സാധിക്കയില്ല, അതിന്റെ അടിസ്ഥാനമായിട്ട് ഈ വാക്യത്തെ ഉപയോഗിക്കാൻ സാധിക്കയില്ല എന്നതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ഈ വാക്യത്തിൽ നിന്ന് പറയാൻ, ആ കാര്യം കൂടെ ഒരുപക്ഷെ എനിക്ക് പറയാനായിട്ട് ഇന്ന് സമയം ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ 5 വരങ്ങൾ എന്താണ്, ഈ 5 വരങ്ങൾ എന്താണ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ അതില് ആദ്യത്തെ കാര്യം ഞാൻ ഇന്ന് പറയാം. എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ എനിക്ക് സമയം ലഭിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ഈ ലിസ്റ്റിലെ ആദ്യത്തെ വരം എന്ന് പറയുന്നത് അപ്പസ്തലന്മാർ എന്ന് പറയുന്ന വരമാണ്. അപ്പസ്തലൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അപ്പോസ്തോലൻ എന്നുള്ള വാക്ക് അത് വളരെ പ്രാധാന്യമുള്ള ഒരു പുതിയ നിയമ വാക്കാണ്. അപ്പോസ്തോലന്മാര്, അപ്പോസ്തോലൻ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അപ്പൊ ആ വാക്ക് നമ്മൾ ഒരു വാക്കിന്റെ അർത്ഥം നിർണ്ണയിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഒരു പൊതുവായ യോജിപ്പ് എന്താണ്? അത് ഒരു വാക്കിന്റെ അർത്ഥം അല്ല, ഇപ്പോൾ സന്ദർഭം അനുസരിച്ചാണ്. ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സന്ദർഭം അനുസരിച്ചാണ്. സന്ദർഭം എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയും. ആ വാക്യത്തിന്റെ ഏറ്റവും അടുത്തുള്ള സന്ദർഭം, അതിന്റെ മുൻപിലുള്ള വാക്യങ്ങളും അതിന്റെ പിൻപിലുള്ള വാക്യങ്ങളും ആ ഭാഗത്ത് ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, അതാണ് അതിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് ബുക്ക്, ആ പുസ്തകത്തിന്റെ സന്ദർഭം, ആ പുസ്തകത്തിന്റെ സന്ദർഭം. അപ്പോസ്തോലൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഈ അധ്യായത്തിൽ വേറെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് മാത്രമേ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പോസ്തലൻ എന്നുള്ളതായിരിക്കുന്ന വാക്കിന് നമുക്ക് അതിനെ ചേർത്ത് അങ്ങനെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ അപ്പോസ്തലൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് വേറെ 2 ഇടങ്ങളിൽ ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ വാക്യം മനസ്സിലാക്കുന്നതിന്, ഈ വാക്ക് മനസ്സിലാക്കുന്നതിന് നമുക്ക് ഉപയോഗിച്ചേ മതിയാകുകയുള്ളൂ. രണ്ടാമത്തെ അധ്യായത്തിന്റെ 20-ാം വാക്യം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ പണിതിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന വാക്യം. പിന്നെ 3-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ വാക്യം, അതവിടെ വെളിപ്പാടിനെ കുറിച്ച് പറയുന്ന വാക്യമാണ്. ഇന്ന് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ പണ്ട് ഈ ആശയത്തെക്കുറിച്ച്, അതായത് ദൈവസഭയിൽ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരേ ശരീരത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആശയം പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർക്കും അങ്ങനെയുള്ള ആൾക്കൊന്നും വെളിപ്പെട്ടിരുന്നില്ല. അത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ് വെളിപ്പെട്ടത് എന്ന് 3-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ 4-ാമത്തെ അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ അപ്പോസ്തലൻ എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വാക്കിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് ഈ 3 ഇടങ്ങളും നമ്മൾ കണക്കിലെടുത്തേ മതിയാകുള്ളൂ. അപ്പൊ നമ്മുടെ സഹോദരന്മാർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത് 2:20-ലും 3:5-ലും പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും 4-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തരാണ്. 4:11 പറയുന്ന അപ്പോസ്തലന്മാര് 2:20, 3:5 എന്നിവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരിൽ നിന്നും വ്യത്യസ്തരാണ് എന്നാണ് അവര് അതിനെക്കുറിച്ച് വാദിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അത് ചർച്ച ചെയ്യേണ്ട ഒരു വാദമാണ്.
കാരണം അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ആദ്യമേ അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാര് എന്ന് പറയുന്ന ആ വാക്ക് 2:20, 3:5, 4:11 അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് അത് ഒരേ വാക്ക് തന്നെയാണോ, അല്ലെങ്കിൽ ഒരേ ആശയമാണോ, അതോ അത് 4:11 എന്ന് പറയുന്നത് വ്യത്യസ്തമാണോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യം. അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം. അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യ കാര്യം, ഒരു വാക്ക് ആദ്യ ഭാഗങ്ങളിൽ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അങ്ങനെ വ്യത്യസ്തമാണ് എന്നതിന്റെ സൂചന ആവശ്യമാണ്. ഒരു വാക്കിന് ആദ്യ ഭാഗങ്ങളിൽ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അത് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്നുള്ളതിന്റെ സൂചന വേണം. അല്ലാതെ നമുക്ക് വെറുതെ കയറി 2:20, 3:5 ഒന്നാണ്, 4:11 വ്യത്യാസമാണെന്ന് പറയാൻ പറ്റുകയില്ല. 4:11 വ്യത്യാസമാണ് എങ്കിൽ 4:11 ഇത് വ്യത്യാസമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് അതിനുള്ള സൂചന തരണം. അതിന്റെ സന്ദർഭത്തില് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത് എന്ന് അങ്ങനെ പറയണമെന്നല്ല ഞാനീ പറയുന്നത്. എന്നാൽ അങ്ങനെ സൂചിപ്പിക്കുന്ന സൂചനകൾ, അതിനുള്ള തെളിവുകൾ ആ വേദഭാഗത്ത് നിന്ന് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ തെളിവുകളുണ്ട് എന്നാണ് നമ്മുടെ സഹോദരന്മാര് അതിനെക്കുറിച്ച് വാദിക്കുന്നത്. 2:20, 3:5 പറഞ്ഞിരിക്കുന്നതായ അപ്പോസ്തലന്മാരല്ല, 4:11 പറയുന്ന അപ്പോസ്തലന്മാരെന്നാണ് അവരതിനെക്കുറിച്ച് വാദിക്കുന്നത്. അതിനുള്ള തെളിവുകൾ അവർ പറയും. അതിലെ തെളിവുകളെ ഞാനൊന്ന് പരിശോധിക്കാം. എല്ലാ തെളിവുകളും ഇന്ന് പരിശോധിക്കാൻ നോക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ആദ്യമായിട്ട് പറയുന്ന കാര്യം, അപ്പൊ 2:20 2:20 ആണ് പ്രധാനമായിട്ടും സഹോദരന്മാരെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വേദഭാഗം. അപ്പൊ അത് പറയുമ്പോൾ അവർ പറയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നും അവിടെയും നമ്മൾ ഈ ഗ്രീൻവിൽ ഷാർപ്പ് റൂൾ വരും. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളെ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ ഞാനതൊന്ന് ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ, 2-ാമത്തെ അധ്യായത്തില് പറയുമ്പോൾ 2:20 ആണല്ലോ. ശരി, 2:20 പറയുമ്പോൾ ബീയിങ് ബിൽറ്റ് അപ്പോൺ ദി ഫൗണ്ടേഷൻ ഓഫ് ദി അപ്പോസ്റ്റൽസ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ടോൺ അപ്പോസ്റ്റലോൺ കായ് പ്രോഫിറ്റോൺ എന്ന് പറയുന്ന പ്രയോഗമാണ്. അപ്പൊ ടോൺ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പൊ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ 4:11 2 ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവ തമ്മിൽ വ്യത്യാസമാണെന്ന് പറയുന്നുള്ള ഒരു കാരണമായിട്ട് അവർ പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പ്രസ്താവന തന്നെ ഞാൻ ആവർത്തിക്കാം. ഗ്രീൻവിൽ ഷാർപ്പ് റൂള് അത് ബാധകമാകണമെങ്കിൽ അത് ഏകവചനമായിരിക്കണം. എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ആ കാര്യം അത് ബഹുവചനമാണ്. അപ്പൊ അതില് അപ്പോസ്തലന്മാർക്കൊരു മുൻഗണന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ പ്രവാചകന്മാരായ അപ്പോസ്തലന്മാർ എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റും. അവര് പ്രവാചകന്മാരായ അപ്പോസ്തലന്മാരാണ്. 4:11 പറയുന്ന ആളുകള് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് എന്നാണ് അതിനെക്കുറിച്ച് വാദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ചില ആളുകൾ വാദിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അതിൻ്റെ വിദഗ്ധമായ പരിശോധനയിൽ, അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനയിൽ ആ വാദഗതി നിൽക്കുകയില്ല. കാരണം അത് ബഹുവചനമായി പോയി എന്നതാണ് പ്രശ്നം. ബഹുവചനമായതുകൊണ്ട് ഈ പറയുന്ന റൂൾ അതിന് ബാധകമല്ല. മാത്രമല്ല, അതിനോട് ചേർന്ന് ഞാൻ പറയാം, ഒരു പരിഭാഷയിലും, ഇംഗ്ലീഷ് പരിഭാഷയിൽ ഒരുപാട് പരിഭാഷകൾ ഉണ്ട്, ആ പരിഭാഷകൾ ഒന്നിലും പ്രവാചകന്മാരായ അപ്പോസ്തലന്മാരെന്ന് ഈ വാക്യത്തെ പരിഭാഷപ്പെടുത്തിയിട്ടില്ല. ദ അപ്പോസ്റ്റൽസ് ഹു ആർ പ്രോഫറ്റ്സ് എന്ന് ആരും പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പരിഭാഷപ്പെടുത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ് ആർട്ടിക്കിള് അപ്പോസ്തലന്മാർക്കേ ഉള്ളൂ, പ്രവാചകന്മാർക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല എന്നുള്ളത് ശരിയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവിടെ അപ്പോസ്തലന്മാർക്ക് ഒരു മുൻഗണന ഡെഫിനറ്റ് ആർട്ടിക്കിൾ കൂടെ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്രവാചകന്മാർക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ലാതെ പോയതുകൊണ്ട് ആ പ്രവാചകന്മാര് യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരായ പ്രവാചകന്മാരാണ് എന്ന് പറയാനായിട്ട് ആ വാക്യം നമ്മളെ അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് മറുപടിയായിട്ട് പറയാൻ സാധിക്കുന്നത്. എന്നെ മാത്രം അഭിപ്രായമല്ല, നിങ്ങൾ ഗ്രീക്ക് അറിയാവുന്ന പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്ററികളിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ആശയം
അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഇത് ഈ ആശയം പറഞ്ഞ ചില പ്രഗത്ഭന്മാരുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിലും അത് സ്വീകാര്യമായ ഒരു വിശദീകരണമല്ല. അപ്പം അതുകൊണ്ട് പ്രവാചകന്മാരായ അപ്പോസ്തലന്മാരെന്നും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമെന്നും അങ്ങനെ വ്യത്യാസമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് രണ്ടാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. രണ്ടാമത് ഇവർ വ്യത്യസ്തരാണ് എന്ന് പറയാനുള്ള ഒരു തെളിവ് അവർ പറയുന്നത്, നമ്മളുടെ സഹോദരന്മാർ പറയുന്ന ഒരു തെളിവ്, അപ്പോസ്തലന്മാര് നിയമിച്ചത്, അപ്പോസ്തലന്മാരെ 2:20 എന്ന് പറയുന്നത് അടിസ്ഥാന അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് അവരെ നിയമിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് മുൻപാണ്. എന്നാൽ എഫേസ്യർ 4:11 പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയരങ്ങളിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അങ്ങനെ അപ്പം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവാണ് 4:11 ഉള്ളതായിരിക്കുന്ന അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൊടുക്കുന്നത്. അപ്പൊ 2:20 പറയുന്ന അപ്പോസ്തലന്മാര് അവർ യഥാർത്ഥത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക കാലത്ത് അവരെ നിയമിച്ച ആളുകളാണ് എന്ന് പറയുന്ന ഒരു വാദഗതി ഉണ്ട്. എന്നാൽ അതും സ്വീകാര്യമായ വാദഗതി അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ വാദഗതി യഥാർത്ഥത്തിൽ വാച്ച്മെന്നി ഉന്നയിച്ച ഒരു വാദഗതിയാണ്. അത് നമ്മുടെ സഹോദരന്മാര് അത് ഏറ്റുപറയുന്ന ഒരു വാദഗതിയാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്, ഈ അടിസ്ഥാന അപ്പോസ്തലന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരെ കർത്താവ് നിയമിച്ചത് തന്റെ ഐഹിക ജീവിതകാലത്താണ് എന്നുള്ളത് ശരിയാണ്. എന്നാൽ തന്റെ ഐഹിക ജീവിതകാലം കഴിഞ്ഞതിന് ശേഷം, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അടിസ്ഥാന അപ്പോസ്തലന്മാരെ നിയമിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് 12 അപ്പോസ്തലന്മാരിൽ നിന്ന് യൂദാസ് അദ്ദേഹത്തെ പുറത്താക്കി, അത് പാപം ചെയ്ത് തൂങ്ങി മരിച്ച് അങ്ങനെ അപ്പോസ്തലത്വ സ്ഥാനം നഷ്ടപ്പെട്ടുല്ലോ, അവന്റെ അധ്യക്ഷ സ്ഥാനം നഷ്ടമായി. അപ്പൊ ആ സ്ഥാനത്തേക്ക് ഒരാളിനെ നിയമിക്കുന്നത് യഥാർത്ഥത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാരെല്ലാം കൂടെ കൂടി അങ്ങനെ 12ാമത് ഒരാളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പൗലോസിനെ അപ്പോസ്തലനായിട്ട് നിയമിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അവിടെ അടിസ്ഥാന അപ്പോസ്തലന്മാരെ നിയമിക്കാനായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സാധിക്കുകയില്ല. അങ്ങനെയുള്ള അപ്പോസ്തലന്മാര് അതിന് മുന്നമേ നിയമിച്ചേ മതിയാകുള്ളൂ എന്നുള്ള വാദഗതി നിലനിൽക്കുകയില്ല. കാരണം 2 അടിസ്ഥാന അപ്പോസ്തലന്മാരെ നിയമിച്ചത് കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചതിന് ശേഷമാണ്, സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമയം ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വരങ്ങളെ നൽകിയത് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം കർത്താവ് അടിസ്ഥാന അപ്പോസ്തലന്മാരെ നിയമിക്കുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, ഇവിടെ വേറെ ഒരു വിഷയം കൂടി അതിനോട് ചേർത്തുണ്ട്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് പെന്തക്കോസ്ത് നാളിലാണ് ദൈവത്തിന്റെ സഭ ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സഭ ആരംഭിച്ചതിന് ശേഷമല്ലേ സഭയ്ക്ക് ദാനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. സഭയില്ലാത്ത സമയത്ത് എങ്ങനെയാണ് അടിസ്ഥാന അപ്പോസ്തലന്മാരെ കൊടുക്കുക? അടിസ്ഥാന അപ്പോസ്തലന്മാരായിരിക്കുന്ന ആളുകളെയും ഒക്കെ അപ്പോസ്തലന്മാരായിരിക്കുന്ന ആളുകളെ ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുക്കാൻ ദൈവത്തിന്റെ സഭയുടെ ആരംഭത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് സഭയുടെ പണി ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് മാത്രമേ കർത്താവിന് ഈ സഭയ്ക്ക് ദാനങ്ങളെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞ് അതിൽ നിന്ന് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത് അവർ ഉന്നയിക്കുന്ന ഒരു വാദഗതിയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത് നമ്മുടെ സഹോദരന്മാര് പറയുന്ന ഒരു വാദഗതി 4-ാമത്തെ അധ്യായത്തിന് 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത് യഥാർത്ഥത്തിൽ അത് ഞാൻ നേരത്തെ തന്നെ പറയേണ്ടതാണ്. 4-11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരു സെന്റൻസാണ്. 125 വാക്കുകൾ ഉൾപ്പെടുന്ന ഒരു സെന്റൻസ് ആയിട്ടാണ് ഈ ദീർഘമായ വാക്യങ്ങളെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിൽ ഏതാണ്ട് എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല, 10-17 വാക്യങ്ങളാണ് 4-11 അതിൽ നമ്മൾ കാണുന്നത്. അപ്പം ഇറ്റ്സ് എ ലോങ് സെന്റൻസ്. അപ്പൊ അതില് ഈ വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അൻറ്റിൽ ദൈവത്തിന്റെ സഭ പക്വതയിൽ എത്തുന്നത് വരെ എന്ന നിലയിലാണ് ഈ വരങ്ങളെ നൽകിയിരിക്കുന്നത്.
എന്നതാണ് വേറെ ഒരു വാദഗതി. അപ്പോൾ കർത്താവിന്റെ സഭ ഈ ലോകത്തിലെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സഭ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ നിലനിൽക്കുന്ന വരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വരങ്ങൾ ഇതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ നിലനിൽക്കണം. അതുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ആ വരം 2:20 പറയുന്ന ആളുകളല്ല, അതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്ന ആളുകളാണ്. കാരണം ഇത് സഭയുടെ ആത്മീയ വളർച്ച പൂർണ്ണമാകുന്നത് വരെ നിലനിൽക്കുന്ന വരങ്ങളാണ്. അപ്പൊ അതിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന വരം, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആളുകളില്ലെങ്കിലും ആ വരത്തിന്റെ അല്ലെങ്കിൽ ആ ക്രമീകരണത്തിന്റെ സാധുത സഭയുടെ അവസാനം വരെയുമുണ്ട്. കാരണം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് ദൈവത്തിന്റെ വചനം നൽകാനായിട്ട് നമുക്ക് ദൈവം ഫലമേൽപ്പിച്ച ആളുകൾ അവരാണ്. അപ്പൊ അതുകൊണ്ട് സഭയുടെ അവസാനം വരെയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉണ്ട്. അത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ആളുകൾ അല്ല, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖാന്തരം തന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒരർത്ഥത്തിൽ എല്ലാ കാലത്തും നമ്മളോടുകൂടെ ഉണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ ലോകത്തിൽ നിന്ന് തിരോധാനം ചെയ്ത അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഉപദേശം ദൈവത്തിന്റെ വചനമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഈ വരങ്ങള് അവസാനം വരെ ആണ് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആ ക്രമീകരണം കൊണ്ട് ദൈവം ലക്ഷ്യമിട്ട കാര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത് സ്വീകാര്യമായ വളരെ നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ്. അവിടെ ഇന്ന് അല്ലെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോസ്തലന്മാരും അതിനെക്കുറിച്ച് ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ അല്പം കൂടെ വിശദമായി അപ്പോസ്തലൻ എന്നുള്ളതായിരിക്കുന്ന ആശയത്തെക്കുറിച്ച് പറയാം. അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാർ മാത്രമല്ലല്ലോ, പിന്നെ വേറെ അപ്പോസ്തലന്മാരെ കുറിച്ച് അങ്ങനെയുള്ള പ്രസ്താവനകളുണ്ടല്ലോ. ബർന്നബാസിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന, അതുപോലെ യാക്കോബിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ 12 അധികം പൗലോസ് അല്ല, വേറെ ആളുകളെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പ്രസ്താവനകളുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. എന്നാൽ അപ്പോസ്തലന്മാര് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഓഫീസേഴ്സാണ്. യൂണിവേഴ്സൽ ദൈവത്തിന്റെ സഭയെ പണിയുവാൻ അതിന്റെ അടിസ്ഥാനമായി തീർന്ന ആളുകളാണ് അപ്പോസ്തലന്മാർ. അവര് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ അപ്പോസ്തലന്മാരെ നിയമിച്ചിട്ടില്ല. അത് നമ്മുടെ സഹോദരന്മാരെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോസ്തലന്മാർ 12-ാമത്തെ അധ്യായം നമുക്കറിയാം. കർത്താവ് യാക്കോബിന് യോഹന്നാന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ അവർ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അപ്പോൾ ആ അപ്പോസ്തലന്റെ സ്ഥാനത്തേക്ക് വേറെ ഒരാളിനെ എടുത്തില്ല. 12 എന്ന് പറയുന്നത് അടിസ്ഥാന അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് പ്രത്യേകമായിരിക്കുന്ന ഒരു സംഖ്യയായിരുന്നു. പിന്നീട് അതിലേക്കാണ് പൗലോസിനെ കൂടെ കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ 13 എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു സംഖ്യയാണ്. അവരാണ് അടിസ്ഥാന അപ്പോസ്തലന്മാർ. അപ്പൊ അവരോട് കൂടെ ചേർക്കാനായിട്ട് വേറെ ആരെയും ചേർക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ അടിസ്ഥാന അപ്പോസ്തലന്മാർ തിരോധാനം ചെയ്തപ്പോൾ അവരുടെ സ്ഥാനത്തേക്ക് വന്നത് അവരുടെ ഉപദേശം, അവരെഴുതി തന്ന ബൈബിളാണ്. ഇന്ന് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എവിടെ എന്ന് ചോദിച്ചാൽ ബൈബിൾ പൊക്കി കാണിക്കും, വിശേഷാൽ പുതിയ നിയമം. എന്നിട്ട് പറയും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത് അവരുടെ ഉപദേശങ്ങൾ അടങ്ങിയ തിരുവെഴുത്തുകളാണ്, ദൈവത്തിന്റെ വചനമാണ്, ബൈബിളാണ്. അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഒക്കെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ അധികാരം, അവരുടെ സ്ഥാനം ഇന്ന് ദൈവത്തിന്റെ വചനത്തിനാണ്. അതാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലന്മാര് 4:11 പറയുന്ന അപ്പോസ്തലന്മാര് 3:5 2:20 പറഞ്ഞവരല്ല എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ വാദഗതികൾ നിലനിൽക്കുന്ന വാദഗതികൾ അല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.